നമസ്കാരം. ഇന്ത്യയിലെ പഞ്ചാബിലെ ഏതെങ്കിലും ഒരു ജയിലിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയുന്ന ഒരു ഗുണ്ടാ തലവൻ. പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലെന്നും കർശനമായ സുരക്ഷയിലാണെന്നും ജനം കരുതിയ ആ ജയിൽ സെല്ലിൽ അവന്റെ സാമ്രാജ്യം വ്യാപിപ്പിച്ചത് 7 കടലുകൾക്ക് അപ്പുറത്തേക്കാണ്. ലോറൻസ് ബിഷ്ണോയ് ഇന്ത്യൻ അന്വേഷണ ഏജൻസികളെയും വിദേശത്തെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെയും ഒരുപോലെ വട്ടം കറക്കിയ പേര്. പക്ഷേ കാലം കരുതിവെച്ച മറുപടി ഇപ്പോൾ അമേരിക്കൻ മണ്ണിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നു. ഓപ്പറേഷൻ ഹാൻഡ്ബോൾ. ഇതൊരു വെറും ഓപ്പറേഷനല്ല, ഭീകരതയുടെയും സംഘടിത കുറ്റകൃത്യങ്ങളുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന നിമിഷം കൂടിയാണിത്. ആഗോളതലത്തിൽ ഭീകരതയുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും രീതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയകാലത്തെ പോലെ തോക്കുകളും വെടിയുണ്ടകളുമായി മാത്രം നടക്കുന്നവരല്ല ഇവർ. പകരം അതിവേഗ ഇന്റർനെറ്റും എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് ആപ്പുകളും ഉപയോഗിച്ച് ഒരു രാജ്യത്തിരുന്ന് മറ്റൊരു രാജ്യത്തെ ആളുകളെ ഇല്ലാതാക്കുന്ന ഹൈടെക് ക്രിമിനലുകളാണിവർ. ഈ വൻകിട ശൃംഖലകളുടെ വേരുകൾ ചെന്നെത്തി നിൽക്കുന്നത് ഇന്ത്യയിലെ ജയിലുകളിലാണ് എന്നത് ആരും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അമേരിക്കൻ ഫെഡറൽ ഏജൻസികൾ പുറത്തുവിട്ട തെളിവുകൾ ലോകത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. 2023 ജൂൺ 18 കാനഡയിലെ സറേയിൽ സിഖ് ക്ഷേത്രത്തിന് മുന്നിൽ വെടിയൊച്ചകൾ മുഴങ്ങിയ ആ രാത്രി കാനഡയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഒരു കറുത്ത അധ്യായമായിരുന്നു. ഖലിസ്ഥാൻ ഭീകരർ ഹർദീപ് സിംഗ് നിജ്ജാർ കൊല്ലപ്പെട്ടപ്പോൾ കനേഡിയൻ ഭരണകൂടം ഉടൻ തന്നെ വിരൽ ചൂണ്ടിയത് ഇന്ത്യക്ക് നേരെയായിരുന്നു. അന്ന് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം വലിയൊരു നയതന്ത്ര യുദ്ധത്തിനാണ് തുടക്കമിട്ടത്. ഇന്ത്യൻ ഏജന്റുമാരാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയെ കുറ്റവാളിയാക്കാൻ കാനഡ കിണഞ്ഞങ്ങ് പരിശ്രമിച്ചു. തെളിവുകളില്ലാതെ ഒരു രാജ്യത്തെ സംശയ നിഴലിൽ നിർത്തുക എന്നത് ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതാണോ എന്ന ചോദ്യം അന്ന് ഉയർന്നിരുന്നു. എന്നാൽ ഇന്ത്യ അതീവ ഗൗരവത്തോടെ തന്നെ മറുപടി നൽകി. ഇതൊരു അസംബന്ധവും രാഷ്ട്രീയ പ്രേരിതവുമായ ആരോപണമാണ്. ഇന്ത്യയുടെ ആ നിലപാട് എത്രമാത്രം ശരിയായിരുന്നു എന്ന് ഇന്നത്തെ അമേരിക്കൻ കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. ഇന്ത്യ അന്ന് നൽകിയ മറുപടി കേവലം വാക്കുകളായിരുന്നില്ല, കൃത്യമായ അന്വേഷണത്തിന്റെ ബലത്തിൽ പറയുന്ന സത്യമായിരുന്നു എന്ന് കാലം തെളിയിച്ചു. കാനഡയും ഇന്ത്യയും തമ്മിൽ ഈ തർക്കം തുടരുമ്പോൾ നിശബ്ദമായി പ്രവർത്തിക്കുകയായിരുന്നു അമേരിക്കൻ ഏജൻസികൾ. FBI, ലോസ് ആഞ്ചലസ് പോലീസ്, കാനഡയുടെ റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് എന്നിവർ ചേർന്ന് നടത്തിയ വർഷങ്ങൾ നീണ്ട അന്വേഷണമാണ് ഓപ്പറേഷൻ ഹാൻഡ്ബോൾ. വെറുമൊരു കൊലപാതകം അന്വേഷിക്കുകയായിരുന്നില്ല അവർ ചെയ്തത്. ആഗോളതലത്തിൽ പടർന്നു പന്തലിച്ച ഒരു കുറ്റവാളി ശൃംഖലയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് പുറത്തുവിട്ട കുറ്റപത്രം ഞെട്ടിക്കുന്നതാണ്. 37 പ്രതികൾ, 3 വ്യത്യസ്ത കുറ്റവാളി സംഘങ്ങൾ, 24 അറസ്റ്റുകൾ. ഇതിൽ ലോറൻസ് ബിഷ്ണോയുടെ സംഘം ഒരു വലിയ മത്സ്യത്തെ പോലെയാണ് വലയിൽ കുടുങ്ങിയത്. കൊലപാതകം, പിടിച്ചുപറി, മയക്കുമരുന്ന് കടത്ത്, ആയുധക്കടത്ത്, അങ്ങനെ നീളുന്നു ബിഷ്ണോയുടെ ബിസിനസ് ലിസ്റ്റ്. 1000 കിലോ കൊക്കെയിൻ വരെ ഇവർ അന്താരാഷ്ട്ര അതിർത്തി കടത്തു വിട്ടു എന്ന് പറയുമ്പോൾ ഇവർ എത്രത്തോളം ശക്തരായിരുന്നു എന്ന് മനസ്സിലാക്കാം. ബിഷ്ണോയുടെ പ്രവർത്തന രീതി കേട്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ജയിലിൽ കിടക്കുമ്പോൾ പുറത്തുള്ള ആളുകളെ എങ്ങനെ നിയന്ത്രിക്കുന്നു? സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇവർ വാർത്താവിനിമയം നടത്തിയിരുന്നത്. എൻക്രിപ്റ്റ് ചെയ്ത വാട്സാപ്പ് വഴിയോ ഇന്റർനെറ്റ് അധിഷ്ഠിത ഉപകരണങ്ങൾ വഴിയോ ആണ് ബിഷ്ണോയി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. സ്വന്തം നാട്ടിലെ നിയമത്തെ വെല്ലുവിളിച്ചു നടന്നവർക്ക് അവസാനം പിടിവീണത് അമേരിക്കയുടെ കയ്യിൽ നിന്നാണ്. അമേരിക്കൻ പ്രോസിക്യൂട്ടർമാർ ബിഷ്ണോയെ വിശേഷിപ്പിച്ചത് ഒരു ആഗോള കുറ്റവാളി സംരംഭത്തിന്റെ തലവനെന്നാണ്. ഇയാൾ വെറുമൊരു ഗുണ്ടയല്ല, ഒരു വലിയ കോർപ്പറേറ്റഡ് സ്ഥാപനത്തിന്റെ CEO പോലെയാണ് കാര്യങ്ങൾ ഇയാൾ നിയന്ത്രിച്ചിരുന്നത്. ജയിലിൽ ഇരുന്നു കൊണ്ട് തന്നെ കൊലപാതകങ്ങൾക്കും പണം തട്ടുന്നതിനും ഓർഡർ നൽകുന്നു. ഇത് കാനഡയിലെയും അമേരിക്കയിലെയും ഇന്ത്യൻ പ്രവാസികളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. വലിയ തുക പിടിച്ചുപറിക്കാനായി ആവശ്യപ്പെടുകയും കൊടുത്തില്ലെങ്കിൽ വധഭീഷണി മുഴക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. 2023 ജൂൺ 18 ആ രാത്രി കാനഡയിലെ സറേയിൽ മുഴക്കിയ വെടിയൊച്ചകൾക്ക് പിന്നിലെ ഗൂഢാലോചന പുറത്തു വരുമ്പോൾ അതൊരു സാധാരണ കൊലപാതകമായിരുന്നില്ല. അമേരിക്കൻ കോടതി രേഖകൾ വ്യക്തമാക്കുന്നത് ബിഷ്ണോയുടെ ആഗോള ശൃംഖലയുടെ ഏറ്റവും ക്രൂരമായ പ്രവർത്തനമായിരുന്നു അതെന്നാണ്. നിജ്ജറിനെ ലക്ഷ്യം വെക്കാൻ ബിഷ്ണോയും ഗോൾഡി ബാറും ആസൂത്രണം ചെയ്തത് കൃത്യമായ പ്ലാനിങ്ങോടെയാണ്. ഈ സംഘം എങ്ങനെയാണ് നിജ്ജറിനെ നിരീക്ഷിച്ചത്? എവിടെ നിന്നാണ് ആയുധങ്ങൾ സംഘടിപ്പിച്ചത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം US കുറ്റപത്രത്തിലുണ്ട്. പാകിസ്ഥാനിലെയും കാനഡയിലെയും ചില സ്ലീപ്പർ സെല്ലുകളെ ഉപയോഗിച്ചാണ് ഇവർ നിജ്ജറിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കിയത്. കാനഡയിലെ ഭരണകൂടം ഇന്ത്യയെ പ്രതിക്കൂട്ടലാക്കാൻ ശ്രമിച്ചപ്പോൾ യഥാർത്ഥത്തിൽ കൊലയാളികൾ അവരുടെ കൺമുന്നിൽ തന്നെ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നുവെന്ന് കാനഡയ്ക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. ഈ കൊലപാതകം ഒരു കോൺട്രാക്ട് കില്ലിംഗ് ആയിരുന്നു. ലക്ഷക്കണക്കിന് ഡോളറുകളാണ് ഇതിനായി കൈമാറ്റം ചെയ്യപ്പെട്ടത്. ബിഷ്ണോയുടെ ഈ പ്രൊഫഷണലിസം തന്നെയാണ് ലോകത്തെ ഞെട്ടിച്ചത്. ജയിലിരുന്ന് ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് അത് കാനഡയിൽ നടപ്പിലാക്കി പിന്നീട് കാനഡ സർക്കാരിനെ കൊണ്ട് തന്നെ ഇന്ത്യയെ പഴിചാരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നത് ഭീകരതയുടെ പുതിയ തലമാണ്. ബിഷ്ണോയി മാത്രമല്ല, ഈ ശൃംഖലയിലെ മറ്റു 2 കണ്ണികൾ കൂടി അമേരിക്കൻ കുറ്റപത്രത്തിൽ കൃത്യമായി പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒന്ന് ജഗ്ഗു ഭഗവാൻ പൂരിയ. ഇയാളെ അമേരിക്കൻ പ്രോസിക്യൂട്ടർമാർ വിശേഷിപ്പിച്ചിരുന്നത് മറ്റൊരു വലിയ ക്രിമിനൽ സിൻഡിക്കേറ്റ് എന്നാണ്.
ഇന്ത്യയിൽ തുടങ്ങി അമേരിക്ക, കാനഡ, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് വരെ നീളുന്നതാണ് ഇവരുടെ ശൃംഖല. ഇവർ കേവലം ക്രിമിനലുകൾ മാത്രമല്ല, രാഷ്ട്രീയ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും സ്വാധീനിക്കാൻ അഴിമതിയുടെ വഴികൾ തേടുന്നവരുമാണ്. രണ്ടാമത്തെയാൾ രവീന്ദർ സിംഗ് ധാണ്ട എന്ന റോളക്സ് അല്ലെങ്കിൽ ജോൺ വിക്ക്. കാനഡയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഈ ശൃംഖലയുടെ പ്രധാന ബിസിനസ് മയക്കുമരുന്ന് കടത്താണ്. നൂറുകണക്കിന് കിലോ കൊക്കൈനും മെത്താംഫെറ്റമിനുമാണ് ഓരോ ആഴ്ചയും ഇവർ അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് കടത്തുന്നത്. ഇത് വെറും ഒരു മയക്കുമരുന്ന് കടത്തല്ല, പകരം ഒരു വലിയ സാമ്പത്തിക സാമ്രാജ്യമാണ്. ഈ രണ്ട് ശൃംഖലകളും ചേർന്നാണ് ലോകത്തെങ്ങുമുള്ള ഇന്ത്യൻ പ്രവാസികളെ ഭയപ്പെടുത്തി പണം തട്ടുന്നത്. ഇവർ എങ്ങനെയാണ് ആയുധങ്ങൾ വാങ്ങുന്നതെന്നും എങ്ങനെയാണ് വിദേശത്തേക്കുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ച് പണം കൈമാറുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ ഇതൊരു ചെറിയ തുകയല്ല, മറിച്ച് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു വലിയ ഭീഷണിയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. കാനഡയിൽ ഇന്ത്യക്കെതിരെ ട്രൂഡോ സർക്കാർ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇവിടുത്തെ ചില പ്രതിപക്ഷ കക്ഷികൾ ഇന്ത്യയുടെ നിലപാടിനെ സംശയിക്കുകയും കാനഡയെ പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത്. എന്നാൽ US കോടതി വിധി ആ കക്ഷികളുടെ മുഖത്ത് കിട്ടിയ കനത്ത പ്രഹരം കൂടിയാണ്. ഇന്ത്യയുടെ ഏജൻസികൾ വർഷങ്ങളായി നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച കാനഡ ഇപ്പോൾ സ്വന്തം മണ്ണിലെ കുറ്റകൃത്യങ്ങൾ തടയാൻ അമേരിക്കയുടെ സഹായം തേടേണ്ട ഗതികേടിലാണ്. ഇന്ത്യയുടെ വിദേശകാര്യ നയം എത്രത്തോളം ശക്തമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ഒരു ചെറിയ ആരോപണത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കി കാത്തിരിക്കുക എന്ന ഇന്ത്യയുടെ തന്ത്രം വിജയിച്ചിരിക്കുന്നു. വിദേശത്തിരുന്ന് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവർക്ക് ഇനി എവിടെയും സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ കഴിയില്ലെന്ന സന്ദേശമാണ് ഈ ഓപ്പറേഷൻ നൽകുന്നത്. കാനഡയിലെ തെരുവുകളിൽ നടന്ന കൊലപാതകത്തെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് സ്വന്തം ഭരണകൂടത്തിലെ വീഴ്ചകൾ മറച്ചുവെക്കാൻ നടത്തിയ രാഷ്ട്രീയ നാടകമായിരുന്നു അതെന്ന് ഈ ലോകത്തിന് മനസ്സിലായി. ഓപ്പറേഷൻ ഹാൻഡ്ബോൾ നമ്മളെ പഠിപ്പിക്കുന്നത് വലിയൊരു സുരക്ഷാ പാഠമാണ്. ഡിജിറ്റൽ ലോകത്ത് അതിർത്തികൾക്ക് പ്രസക്തിയില്ല. ഇന്ത്യയിലെ ജയിലിൽ ഇരുന്നു കൊണ്ട് കാനഡയിൽ കുറ്റകൃത്യം നടത്തുന്ന കാലത്ത് പഴയ കാലത്തെ പോലീസിംഗ് മതിയാകില്ല. അതിനാലാണ് സർക്കാർ E0 FIR പോലുള്ള ഹൈടെക് സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നത്. അന്താരാഷ്ട്ര ഏജൻസികളായ FBI, ഇന്റർപോൾ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുക എന്നത് അനിവാര്യമായി മാറിയിരിക്കുന്നു. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.